ഇന്ന് നമുക്ക് ഈ ഒരു ഡോളിനെ സുന്ദരിയാക്കിയാലോ. അപ്പോൾ ഈ ഒരു ടാസ്ക് എനിക്ക് തന്നത് സുചി ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു. പ്രത്യേകിച്ച് ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡോൾ കേക്ക് വേണം എന്നായിരുന്നു. പിന്നീട് ചേച്ചി എനിക്കൊരു ടാസ്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് പറ്റുന്ന ഒരു ഡ്രസ്സും കൂടെ വാങ്ങി കൊടുക്കണേന്ന്. ഞാൻ ഈ കേക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് കളർ കൊടുക്കണം. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ആദ്യം പിങ്ക് ഷെയ്ഡ് ആയിരുന്നു വന്നത്, പിന്നീട് കുറച്ച് ബ്ലൂവും കൂടെ അറിയാതെ അതിലങ്ങ് വീണുപോയി. അങ്ങനെ ആ ഒരു പിങ്കും ബ്ലൂവും കൂടെ മിക്സായിട്ട് വേറൊരു ഷെയ്ഡിലേക്ക് വന്നു. ഞാൻ ആദ്യമേ കരുതിയത് നമ്മളെ ആ ഒരു ഡോളിൻ്റെ അതേ സെയിം ഡ്രസ്സ് തന്നെ നമുക്ക് കുഞ്ഞിനെ എടുത്ത് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു കളറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് എന്തായാലും കടയിൽ കിട്ടുമോ എന്ന് എനിക്കും അങ്ങ് സംശയമായിരുന്നു. എന്തായാലും അബദ്ധം പറ്റി പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഡോളിനെ റെഡിയാക്കി പാക്ക് ചെയ്തുകൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിലേക്ക് പോയി. ഞാൻ ഈ ഡ്രസ്സിൻ്റെ സെലക്ഷനിലൊക്കെ വളരെ പുറകോട്ടുള്ള ഒരാളാട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ഒരുപാട് എടുത്തിട്ടതിന് ശേഷം അതിലേതെങ്കിലും ഒരെണ്ണം കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വരിക എന്ന് മാത്രമാണ്. ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയി. അപ്പോൾ കുഞ്ഞിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഫ്രോക്ക് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ഒരു ഡോളിൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ എടുത്തു. പിന്നെ മോനും കൂടെ ഒരു ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കായിട്ട് ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ.